ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സൗത്ത് മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തികുളങ്ങരയിലും കാവനാട്ടും നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുന്ന കാലഘട്ടത്തിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിക്കുന്ന വിഷയങ്ങളുമായാണ് സൗത്ത് മിഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പയിൻ ശക്തികുളങ്ങരയിലും കാവനാട്ടും നടത്തി. ശക്തികുളങ്ങരയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് സുനിൽ പനേറ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ടെറൻസ് ചാർലി, കൗൺസിലർ ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാര മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടി. ഈ വ്യാപാര ശൃംഖലകളും ഓൺലൈൻ മാർക്കറ്റിങ്ങും വന്നതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ ഓൺലൈൻ വ്യാപാരം എന്ന് പറയുന്നത്. ചെറുകിട വ്യാപാര മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം ആയിട്ട് തന്നെ ഇത് മാറി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഓൺലൈൻ കച്ചവടം വന്നതോടുകൂടി ചെറുകിട കച്ചവടക്കാരെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ നോക്കാത്ത ഒരു ചുറ്റുപാടിലേക്കാണ് പോകുന്നത്. അവർക്ക് പിടിച്ചു കെട്ടിയില്ലെങ്കിൽ സർക്കാർ ഇത് മുന്നോട്ട് പോകാൻ കച്ചവടക്കാരന് ഭയങ്കര പ്രയാസമായിരിക്കും. കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിസന്ധിയിലോട്ട് വന്നതല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഏറ്റവും മാരകമായ തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള വ്യാധി പോലെയാണ് നമ്മളെ പിടികൂടിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഉണ്ടായ പ്രശ്നം വെച്ചാൽ നോട്ട് നിരോധനമാണ്. 2017 നോട്ട് നിരോധനം തൊട്ട് ഞങ്ങൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. പിന്നീട് അതിനുശേഷം അവിടെ തൊട്ട് തന്നെ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് കരകയറാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്ന പ്രളയം, 2019 തുടങ്ങിയ കോവിഡ്, ഈ സമയങ്ങളിലൊക്കെയാണ് പൊട്ടിമുളച്ച് വന്ന ഈ ഓൺലൈൻ വ്യാപാരം. അതിലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും അതുപോലെ തന്നെ വേറെ സംഘടനകളാണെങ്കിലും ക്ലബ്ബുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു ഫണ്ട് പിരിവിന് അവർക്ക് ഒരു 10 രൂപ മുതൽ അല്ലെങ്കിൽ ഒരു 1000 രൂപ വേണമെങ്കിലും അവർ ഞങ്ങളെയാണ് സമീപിക്കുന്നത്. ഒരു തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റുകളിൽ പോയി അവർക്ക് 1 രൂപ പോലും അവർക്ക് കിട്ടുന്നില്ല. കാവനാട് സംഘടിപ്പിച്ച പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാവനാട് യൂണിറ്റ് പ്രസിഡന്റ് ഉദയകുമാർ ഉൾപ്പെടെ വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംവാദത്തിൽ പങ്കെടുത്തു. വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ചെറുകിട വ്യാപാര രംഗത്തെ വ്യവസായികളും വ്യാപാരികളും വ്യാപാരം ചെയ്യുന്നു. സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ഒരു പഴുതും കൂടാതെ സർക്കാർ അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന വൻകിട ഭീമന്മാർക്ക് അത്തരത്തിലുള്ള യാതൊരു വിധമായിട്ടുള്ള നിയമ സംവിധാനങ്ങളും അവരുടെ മേലിലേക്ക് ചുമത്തപ്പെടാറില്ല. വൻകിട മാർക്കറ്റുകൾ വാങ്ങുന്ന ലാഭത്തേക്കാൾ കുറവാണ് നമ്മൾ വാങ്ങുന്നത്. ചെറുകിട വ്യാപാര മേഖല ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. തീർച്ചയായിട്ടും ഇതിന് ഒരു നിയമങ്ങൾ ഏർപ്പെടുത്തുന്നത് അത്യാവശ്യം തന്നെയാണ്. വ്യാപാര പുസ്തകങ്ങളാക്കിയ മാത്രമാണ് കേരള സർക്കാരായാലും പുസ്തകമുള്ളവർക്ക് ലോണെടുത്ത് അത് സബ്സിഡി ഇലക്ട്രിസിറ്റി ബില്ലെടുക്കുന്നത് അവർക്ക് 50%. ഇവിടെ ഒരു കച്ചവടക്കാരൻ വ്യാപാരികളോടൊപ്പം പൊതുസമൂഹവും ചർച്ചയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.